ആക്സിയം 4 ദൗത്യം വീണ്ടും മാറ്റി. വിക്ഷേപണം മാറ്റിവെക്കുന്നത് 7ാം തവണ. അതേസമയം പുതിയ വിക്ഷേപണ തീയതി നാസ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം 4 ബഹിരാകാശ ദൗത്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ജൂൺ 22-ന് നിശ്ചയിച്ചിരുന്ന വിക്ഷേപണം വീണ്ടും നീട്ടി. പുതിയ തീയതി പ്രഖ്യാപിക്കാതെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള 4ാമത്തെ സ്വകാര്യ വാണിജ്യ ദൗത്യമായ ആക്സിയം 4 നീട്ടിവച്ചുകൊണ്ടുള്ള നാസയുടെ അറിയിപ്പ്. ആക്സിയം മിഷനുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള വിക്ഷേപണ സാധ്യതകൾ പരിശോധിച്ചു വരികയാണ്. ജൂൺ 22 ഞായറാഴ്ച നിശ്ചയിച്ചിരുന്ന വിക്ഷേപണം മാറ്റിവെക്കാൻ തീരുമാനിച്ചു. പുതിയ വിക്ഷേപണ തീയതി പിന്നീട് നിശ്ചയിക്കും എന്നാണ് നാസയുടെ അറിയിപ്പ്. അടുത്തിടെ നടത്തിയ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കൂടുതൽ സമയം ആവശ്യമാണ്. ദൗത്യസംഘത്തെ സ്വീകരിക്കാൻ നിലയം തയ്യാറാണെന്ന് ഉറപ്പാക്കാൻ നാസ ആഗ്രഹിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പരിശോധിക്കാൻ സമയം ആവശ്യമാണെന്നും നാസ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ആക്സിയം സ്പേസ്, സ്പേസ് എക്സ് എന്നിവയുടെ സഹകരണത്തോടെ നാസ നടപ്പാക്കുന്ന 4ാമത്തെ സ്വകാര്യ വാണിജ്യ ദൗത്യമാണ് ആക്സിയം 4. നാസയിലെ മുൻ ബഹിരാകാശ യാത്രികയും ആക്സിയം സ്പേസിലെ മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങളുടെ ഡയറക്ടറുമായ പെഗ്ഗി വിറ്റ്സണാണ് ബഹിരാകാശ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ISRO പ്രതിനിധിയായി ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയും ദൗത്യസംഘത്തിലുണ്ട്. ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ ലോഞ്ച് കോംപ്ലക്സ് 39A-യിൽ നിന്ന് പേടകം വിക്ഷേപിക്കാനാണ് തീരുമാനം. ഫാൽക്കൺ 9-ലെ സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകമാണ് ബഹിരാകാശ ദൗത്യത്തിന് ഉപയോഗിക്കുന്നത്.